ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കറി വെക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 3 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റുക, കുറച്ച് മൂക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ച ഉള്ളീൻ്റെ ഒരു ചുവ വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് തട്ടി വെച്ചു കേട്ടോ. തട്ടി വെച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി കേട്ടോ. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി. അപ്പോൾ വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും ചുമന്നുള്ളീൻ്റെ ഒക്കെ ആ പച്ച മണമൊക്കെ ഒന്ന് വിട്ടിട്ടാണ് നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു പച്ച മണമായിരിക്കും. നല്ലൊരു വാസനയൊക്കെ അങ്ങനെ വരും കേട്ടോ. കണ്ടോ, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഒന്നും ഇങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ നമ്മളെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടിക്ക് എന്താ അറിയോ, വറുത്ത് വരുമ്പോൾ അത് നല്ലൊരു വാസനയൊക്കെ വരും. അപ്പോൾ മല്ലിപ്പൊടി കേട്ടോ ഞാൻ ആദ്യം ഉപയോഗിക്കൽ വറുക്കാൻ. അപ്പോൾ അതൊന്ന് മൂത്ത് കിട്ടിയാൽ മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് മൂക്കണം. ഇത് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അധികം ഒന്നും ഉപയോഗിക്കാറില്ല, ചെറിയൊരു 2 സ്പൂൺ കേട്ടോ. മുളക് പൊടി ആർക്ക് ആവശ്യമുള്ള എരിവിന് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ എരിവ് അധികം പറ്റൂല, അപ്പോൾ ഞാൻ കുറച്ച് ഇടാറുള്ളൂ. പിന്നെ നമ്മുടെ തക്കാളി ഇടാം കേട്ടോ. തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനിൽ ഞാൻ 2 കിഴങ്ങ് കൂടി കേട്ടോ. കറിയാകുമ്പോൾ 2 കിഴങ്ങും കൂടി. പിന്നെ നമ്മുടെ ജീരകപ്പൊടി കേട്ടോ, പൊടിച്ച് വെച്ചിട്ടുണ്ട് വറുത്തിട്ട്. പിന്നെ പട്ട, കറാമ്പൂ, ഏലക്ക അധികം വേണ്ട കേട്ടോ, പൊടിച്ചതാണ്. പിന്നെ കുരുമുളക് പൊടി കേട്ടോ, ശകലം. കല്ലുപ്പാട്ടോ ഞാൻ കറിയിൽ അധികം ഉപയോഗിക്കാറ്. ആവശ്യത്തിന് ഉപ്പ്. അപ്പം മസാലയൊക്കെ നന്നായിട്ട് കുഴിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചയൊന്നും ചുവക്കൂല കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കരിവേപ്പില ഇടാം, പിന്നെ ഇത്തിരി മല്ലിച്ചപ്പ് ഇടാം കേട്ടോ. പിന്നെ നന്നായിട്ട് മൂടി വെച്ച്, ഞാൻ ഗ്യാസിലാട്ടോ വെച്ചിട്ടുള്ളത്. മൂടി വെച്ച് ഇനി വേട്ടെ. അടിപൊളി കറിയാണ്, നിങ്ങളൊന്ന് വെച്ച് നോക്കണം. എൻ്റെ രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളി. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാച്ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ ഒരു ഇത് ഞാനെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാവർക്കും എന്നെക്കാളും ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പക്ഷേ എൻ്റെ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും കേട്ടോ. മഞ്ഞപ്പൊടി ചേർക്കാൻ ഞാൻ മറന്നു കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചിട്ട് വെച്ചാൽ നമുക്ക് ഒരു പ്രാർത്ഥന ഉണ്ടാവില്ലല്ലോ. നമ്മൾ വെക്കുന്ന കറികളൊക്കെ എല്ലാവരും ആസ്വദിച്ച് കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്നൊരു പ്രാർത്ഥന പറഞ്ഞാൽ ലീലാഫി സൂറത്താട്ടോ ഞാൻ അധികം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എനിക്കതിലൊരു വിശ്വാസമാണ്. അപ്പോൾ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും, നന്നായിട്ടുണ്ടാവുന്നു. എന്നാൽ അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് എൻ്റെ കറിൻ്റെ റെസിപ്പി. നിങ്ങളും ഒന്ന് വെച്ച് നോക്കി കേട്ടോ. ഓക്കെ, ബൈ, സി യു. ഇനി എനിക്ക് തേങ്ങാച്ചോറ് വെക്കാൻ പോകണം.